നാളെ സംസ്ഥാന വ്യാപകമായി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുടിശ്ശികയുള്ള കഴിഞ്ഞ സർക്കാർ ഞങ്ങൾക്ക് അംഗീകരിച്ച ഞങ്ങളുടെ ക്ഷാമാശ്വാസത്തിൻ്റെ DAയുടെ കുടിശ്ശിക തുക ലഭ്യമാക്കണം എന്ന 2 പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഞങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി കാലതാമസം നേരിട്ടുവെങ്കിലും ഒട്ടേറെ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ആ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ക്ഷാമാശ്വാസമുള്ളത് കുടിശ്ശിക അതുവരെയുള്ള കുടിശ്ശിക ഞങ്ങൾക്ക് തീർത്തു നൽകി. അതിൻ്റെ മുൻകാല പ്രാബല്യം ഞങ്ങൾക്ക് 8 ഗഡുക്കളായി ആ കുടിശ്ശിക തുക ഈ വരുന്ന സാമ്പത്തിക വർഷം 26-27 സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കും എന്ന സർക്കാർ ഉത്തരവ് ഇറക്കിയതാണ്. മാത്രമല്ല ശമ്പള കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. 3 മാസ കാലയളവിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷനെ നിയോഗിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഈ ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ്റെ ഭാവി എന്താകും എന്നതിനെ സംബന്ധിച്ച് വളരെ താല്പര്യപൂർവ്വമാണ് ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം ലഭ്യമാക്കും എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടിശ്ശിക പൈസ 8 ഗഡുക്കളായി നൽകുമെന്ന് പറഞ്ഞ കുടിശ്ശിക പൈസ ഇതിനെ സംബന്ധിച്ചും ഒരക്ഷരം പോലും കേരള മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കൂടിയായ അദ്ദേഹം നിയമസഭയിൽ ബജറ്റ് പ്രസംഗത്തിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതായത് കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയ ഉത്തരവാക്കിയ തീരുമാനങ്ങൾ ഈ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നർത്ഥം. ഈ സർക്കാർ അത് തയ്യാറല്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് 2024 യഥാർത്ഥത്തിൽ പെൻഷൻ പരിഷ്കരണം വരേണ്ടത്. 5 വർഷ തത്വം പാലിച്ച് കേരളത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം CH മേനോൻ്റെ കാലം മുതൽ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ 2024 കഴിഞ്ഞു, 2026 ഇനി 2029 ആകുമ്പോൾ 10 വർഷമാകും. 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണം ശമ്പള പരിഷ്കരണം വേണ്ട, അത് 10 വർഷത്തിലൊരിക്കൽ മതി എന്ന നിലപാടാണ് UDFനുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 5 വർഷ തത്വം പാലിച്ചുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം കൃത്യമായി അത് നിർവഹിക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറാകണം. ഞങ്ങൾക്ക് കുടിശ്ശികയുള്ള ക്ഷാമാശ്വാസത്തിൻ്റെ പൈസ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉത്തരവായതാണ്. ആ ഉത്തരവായ പൈസ ഞങ്ങൾക്ക് അനുവദിച്ച് നൽകണം എന്ന സാമ്പത്തിക ആവശ്യങ്ങളും പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ സമരം ഞങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷ നൽകിയ ഒരു പ്രഖ്യാപനം വയോജന വകുപ്പ് രൂപീകരിക്കും എന്നതാണ്. കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെൻറ് വയോജന കമ്മീഷനെ രൂപീകരിച്ചിരുന്നു. 3 അംഗങ്ങളുള്ള ആ കമ്മീഷൻ്റെ പ്രവർത്തനം സംസ്ഥാനത്ത് നടന്നു വരുമ്പോഴാണ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ വളരെ സ്വാഗതാർഹമായ പ്രഖ്യാപനമാണ് നടത്തിയത്. വയോജന വകുപ്പ് രൂപീകരിക്കും. വയോജന വകുപ്പ് രൂപീകരിച്ചാൽ 60 വയസ്സോ 60-ഓ 60-ന് മുകളിലോ പ്രായമുള്ള ആളുകളാണല്ലോ വയോജനങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളം വയോജനങ്ങളുടെ സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ജനസംഖ്യാ കണക്കുകൾ പറയുന്നത് 2031 ആകുമ്പോഴേക്ക് ഏതാണ്ട് ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 ആളുകളും 31% ആളുകളും 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുതിർന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അവർക്ക് നേരിടുന്ന പ്രയാസങ്ങൾ അത് പരിഹരിക്കാനും വേണ്ടി ഒരു ഗവൺമെൻറ് വകുപ്പ് തന്നെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭരണതലത്തിൽ വലിയ പ്രത്യേകതകളുണ്ട്, വലിയ സാധ്യതകളും മുതിർന്നവർക്കുള്ള വലിയ പരിഗണനയുമായി അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പ്രഖ്യാപനമല്ലാതെ കേരള ഗവൺമെൻറ് അക്കാര്യത്തിൽ യാതൊരു നടപടിയും മുന്നോട്ട് നീക്കിയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഗവൺമെൻറ് വന്നിട്ട് എന്നൊക്കെ പറയാമെങ്കിലും ഈ കാലയളവിനുള്ളിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഒന്നും ഒരു തുടക്കവും കുറിച്ചിട്ടില്ല. വയോജന വകുപ്പിൻ്റെ ചുമതല മന്ത്രി CP ജോണിന് നൽകും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകാനല്ല, മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ശരി, ആ UDFനിടയിലുള്ള അധികാര തർക്കത്തെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ വയോജന വകുപ്പ് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന ആവശ്യം കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കാവ്യവൽക്കരണം ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉൾപ്പെടെ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ വികലമായ നയങ്ങൾക്കെതിരെ ജനങ്ങളെ ജാഗ്രതയോടെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്ന മുദ്രാവാക്യവും ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങളും സംസ്ഥാനവും പൊതുസമൂഹവും നേരിടുന്ന പ്രശ്നങ്ങളും കൂടി ഉന്നയിച്ചുകൊണ്ടാണ് 14 ജില്ലകളിലും ഈ പ്രക്ഷോഭം നടത്തുന്നത്. പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന മറ്റൊരു മുദ്രാവാക്യം മെഡിസെപ്പ് കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒക്കെ കയ്യിൽ നിന്ന് പ്രതിമാസം പ്രീമിയം തുക ഈടാക്കുന്നുണ്ട്. പക്ഷേ മെഡിസെപ്പ് സൗകര്യം ഗവൺമെൻറ് എംപാനൽ ചെയ്ത ആശുപത്രികളിൽ പോലും കൃത്യമായി ലഭ്യമാക്കുന്നില്ല. ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ 25,000 രൂപ ചികിത്സയ്ക്ക് ചിലവായാൽ മെഡിസെപ്പിനതിൽ തിരിച്ചു കിട്ടുന്നത് കേവലം 2,500 2,600 രൂപ മാത്രമാണ്. ചില ആശുപത്രികളിൽ മെഡിസെപ്പിൻ്റെ കാർഡ് ഉപയോഗിച്ച് ചെല്ലുന്നവരാണോ നിങ്ങൾക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞ് തന്നെ പിന്നെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു വർഷം 687 രൂപ വീതം പ്രതിമാസം ഞങ്ങളുടെ പെൻഷനിൽ നിന്ന് ഈ മെഡിസെപ്പിന് വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനനുസരിച്ചുള്ള ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഈ ഇൻഷുറൻസ് പദ്ധതി മുഖാന്തരം ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇതായിരുന്നു അവസ്ഥ. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അന്ന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് ഈ മെഡിസെപ്പിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിലും ജില്ലാ താലൂക്ക് തലങ്ങളിലും അതിൻ്റെ ഒരു മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കാമെന്നും ആ സമിതി എന്തൊക്കെയാണ് പ്രദേശങ്ങളിലെ പ്രശ്നം എന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും എന്ന് ഉറപ്പാണ് നൽകിയത്. അത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രാവർത്തികമായില്ല. ഈ ഗവൺമെൻറ്റും ഇപ്പോൾ നിയമസഭയിലെ ബജറ്റ് പ്രസംഗത്തിലാകെ ഞങ്ങൾക്ക് പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് മെഡിസെപ്പ് കാര്യക്ഷമമാക്കും എന്നാണ്. പക്ഷേ അതിൻ്റെ കാര്യക്ഷമമാക്കും എന്ന് പ്രസ്താവനയല്ലാതെ അതിൻ്റെ നടപടികളിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ. സാധനങ്ങൾക്കൊക്കെ വലിയ വിലക്കയറ്റമാണ്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള ആളുകളാണ്. പെൻഷൻകാരിൽ 30% പെൻഷൻകാർക്കും സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച 30% പെൻഷൻകാർക്കും ലഭിക്കുന്ന പെൻഷൻ തുകയെന്ന് പറഞ്ഞാൽ കേവലം 10,000 രൂപയിൽ താഴെയാണ്. 10,000 രൂപയും അല്ലെങ്കിൽ 15,000 രൂപയിൽ താഴെയും വരുമാനം ലഭിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പെൻഷൻകാർ. അതുകൊണ്ട് പെൻഷൻകാർക്ക് പ്രതിമാസം ലഭിക്കേണ്ട പെൻഷൻ്റെ വർധനവ് എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ശരാശരി 30 വർഷക്കാലം സംസ്ഥാന സർക്കാരിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അവർ പെൻഷനായി വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് പൈസയുമില്ല, അവർക്ക് കുടുംബ സാഹചര്യങ്ങളും ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷവും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പെൻഷൻ പരിഷ്കരണം വളരെ പ്രധാനമാണ്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പൈസ വളരെ പ്രധാനമാണ്. മെഡിസെപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക, ചികിത്സയ്ക്ക് ചെലവ് കുറയ്ക്കുക എന്നത് ഞങ്ങൾ അങ്ങോട്ട് പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വയോജന വകുപ്പ് ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ സർക്കാരിനോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ കേരള സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ തിരുത്തണം എന്നും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ ചോദ്യം കേരള നിയമസഭയിൽ വളരെ വിശദമായ ചർച്ച നടന്നതാണ്. അന്ന് ചർച്ച നടന്നപ്പോൾ അതാണ് ഞാൻ നേരത്തെ സഖാവ് CH സുധീരൻ്റെ കാലം മുതൽ 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണം, ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ കാര്യം പറഞ്ഞത്. അന്ന് കേരള മുഖ്യമന്ത്രി CH സുധീരൻ പറഞ്ഞ മറുപടി, കേരളത്തിലെ ജീവനക്കാരും പെൻഷൻകാരും അവരും കേരളത്തിലെ ജനങ്ങളാണ്, കേരള ഉപഭോക്തൃ സംസ്ഥാനമാണ്, അവർക്ക് ലഭിക്കുന്ന പൈസ കൊണ്ട് പ്രതിമാസ ചെലവ് നിർവഹിക്കാൻ വേണ്ടി അവർക്ക് കഴിയണം. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന തത്വം അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു എന്നാണ് CH സുധീരൻ തന്നെ നിയമസഭയിൽ പറഞ്ഞത്. കേരളത്തിൽ പൊതുവെ വളർത്തിക്കൊണ്ടുവരുന്ന ചർച്ച ഇതാണ്, കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് എന്തിനാ 5 വർഷത്തിലൊരിക്കൽ 10 വർഷത്തിലൊരിക്കൽ പോരെ എന്ന് ചോദിക്കുന്നത്. ഈ 5 വർഷം മുമ്പ് കേരളത്തിൽ അരിക്ക് എന്തായിരുന്നു വില, നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്തായിരുന്നു? ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസം ലഭിക്കുന്ന പെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ ജീവനക്കാരാണെങ്കിൽ ശമ്പളം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണ്ടേ. അതുകൊണ്ട് ഈ തുക കൊണ്ട് ജീവിക്കാൻ വേണ്ടി വർദ്ധിച്ചു വരുന്ന ജീവിത സാഹചര്യത്തിൽ ഈ സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടെയും മെച്ചപ്പെടേണ്ടതുണ്ട്. ഇപ്പം വീട്ടിലൊരാൾക്ക് ജോലിക്ക് നിന്നാൽ
കാർഷിക മേഖലയ്ക്ക് ഒരാളെ വീട്ടിൽ ജോലിക്ക് നിർത്തിയാൽ അയാൾക്ക് 5 വർഷം മുമ്പ് അയാൾക്ക് കൊടുത്തിരുന്ന പൈസ ഇന്ന് കൊടുത്താൽ മതിയോ? നിത്യോപയോഗ സാധനങ്ങൾക്കും ചെലവിനും 5 വർഷം മുമ്പുള്ള തുകയും ഇന്നത്തെ തുകയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴറിയാം അതിൻ്റെ പ്രയാസം എന്താണെന്ന്. ഏത് തരത്തിലാണെങ്കിലും, ചികിത്സയ്ക്കാണെങ്കിലും വീട്ടുചെലവിനാണെങ്കിലും യാത്രാ ചെലവിനാണെങ്കിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 5 വർഷ തത്വം, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് 5 വർഷത്തിലൊരിക്കലും ഒരു ഗവൺമെൻറ്റും അതിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റുകളടക്കം ഒരു ഗവൺമെൻറ്റും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പിന്നെന്ത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാഹചര്യം വേറെയാണ്, കേരളത്തിലെ അല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കുറച്ചും കൂടെ വർദ്ധിച്ച ശമ്പളവും ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് അവർക്ക്. കേരളത്തിലെ സ്ഥിതി അതല്ല. കേരളത്തിൽ കേന്ദ്ര തുല്യത ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള സമരം നടത്തിയിട്ടുള്ള ആളുകളാണ് നേരത്തെ ഞങ്ങൾ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാഹചര്യമല്ല കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തുല്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നൽകട്ടെ. ഞങ്ങൾ കേരളത്തിലും 10 വർഷത്തിലൊരിക്കൽ മതി എന്ന് ഞങ്ങൾ അംഗീകരിക്കാം. അപ്പോൾ ഇതല്ല അവസ്ഥ. മുറുക്കാനില്ല, ഞങ്ങൾക്ക് ഇനി മുറുക്കാവുന്നതിൻ്റെ മാക്സിമം മുറുക്കിയ ഞങ്ങൾ. അതേ പറഞ്ഞു, പെൻഷൻകാരുടെ അവസ്ഥ പ്രതിമാസം 10,000 രൂപയിൽ താഴെ പെൻഷൻ ലഭിക്കുന്ന 30% പെൻഷൻകാരുണ്ട്. പെൻഷൻകാർ തന്നെ 7.5 ലക്ഷത്തോളം ആളുകൾ പെൻഷൻകാർ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു 30% നോക്കൂ. അവരിനി എന്ത് ജോലിക്ക് പോകാനവർ? 30 വർഷക്കാലം അന്ന് സർവീസിൽ ജോലി കിട്ടിയതുകൊണ്ട് പോയി ജോലി ചെയ്തു. 56-ാമത്തെ വയസ്സിൽ നിങ്ങൾക്കിനി ജോലിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചയക്കുന്നു. നമ്മൾ എന്ത് ജോലി ചെയ്യാനാണ്? ഞങ്ങൾക്ക് മറ്റൊരു ജോലിയും പോയി ചെയ്ത് പരിശീലനമില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിന് മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ പെൻഷൻകാരുടെയും അതുപോലെ തന്നെ പിന്നെ മുതിർന്ന ആളുകളുടെ സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവിടെ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് 56-ൽ ഞങ്ങൾ പെൻഷനായി കഴിയുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്ക് സംവരണം ചെയ്തു തരണം. പെൻഷനായ ആളുകൾക്ക് സർക്കാർ സർവീസിൽ തന്നെ, ഇപ്പോൾ മെഡിക്കൽ രംഗത്തെ സർവേയുടെ കാര്യം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ തന്നെ പിന്നെ സർക്കാർ തലത്തിൽ ഔദ്യോഗികമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ പെൻഷൻകാർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വിദ്യാസമ്പന്നരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അനുഭവ സമ്പത്തുള്ളവരാണ്. ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസവും അനുഭവ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി കൂടി ഗവൺമെൻറ് നൽകുകയും അതിന് പോലെ സർവീസിലിരുന്ന കാലത്തെ പോലെ ശമ്പളമോ ആനുകൂല്യമോ നൽകണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊരു മിനിമം പൈസയെങ്കിലും തന്നാൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം പദ്ധതികൾ കൂടി വേണം എന്ന് നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യമാണ്, സർക്കാർ അത്തരം കാര്യങ്ങൾ പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പ്രാവർത്തികമായില്ല, ഗവൺമെൻറ് പോയി എന്നുള്ളത് നമുക്കറിയാം.